അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 2:15-16 കടന്നു വരുമ്പോൾ കാണുന്നത്, ഇതാ മക്കളെ, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്, അതിൽ പിതാവിന്റെ സ്നേഹമില്ല. സുഖലോലുവിത മധ്യാസ ജീവിത വ്യഗ്രത, അല്ലെ കണ്ണിന്റെ ദുരാശ, ജഡിക ദുരാശ എന്നിവയൊക്കെ ദൈവത്തിൻ്റെതല്ല, പിതാവിൻ്റെതല്ല, അതിലൊന്നും ദൈവിക സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന കാരണം അതാണ്. കാരണം ദൈവത്തിന്റെ അല്ലാത്തതൊക്കെ എവിടെയുണ്ട്? ലോകത്തിലുണ്ട്. അത് ദൈവത്തുള്ളതല്ല. അതുകൊണ്ട് ലോകത്തുള്ളതല്ല നിങ്ങൾ സ്നേഹിക്കുന്നത്, ലോകത്തിലുള്ളതല്ല, പിന്നെയോ ദൈവത്തിനുള്ളതിനെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങണം. ഹല്ലേലൂയ. ദൈവത്തിനുള്ളതിനെയും ദൈവത്തെയും സ്നേഹിച്ചു തുടങ്ങണം. ആ ദൈവത്തിനുള്ളതിനെയും ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവം വളരും. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ പേര് ഇങ്ങനെയാണ് യേശു പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കേണ്ട വിധത്തെ കുറിച്ച് പറയുന്നു. ദൈവത്തെ പൂർണ്ണ ആത്മാവോടും എന്ത് പോയത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും സ്നേഹിക്കണം. ഇനിയുണ്ട് ഇതാ. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണ്ടേ? പൂർണ്ണാത്മാവ് പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. അപ്പോ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങാൻ എന്റെ ഉള്ളിലുള്ള യേശു എന്നെ സഹായിക്കും. അപ്പൊ ഈ ലോകത്തിലുള്ളതിനെയാണ് ഇങ്ങനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുന്നു. അവിശ്വാസം കടന്നു വരുന്നു. വിശ്വസിക്കാൻ പറ്റുന്നില്ല, വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ഒറ്റപ്പെടലിലൂടെ ഞാൻ കടന്നു പോകുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഈ ദൈവത്തിന്റെ സ്നേഹത്തെ, ദൈവത്തിന്റെ ഉള്ളിലുള്ള ആ ദൈവത്തെ, വലിയവനായ ദൈവത്തെ ഞാൻ തിരിച്ചറിയുമ്പോൾ, അത് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, പൂർണ്ണാത്മാവോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി സർവശക്തിയോടുകൂടി ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവത്തിന്റെ അഹന്ത എന്നിവയൊക്കെ എവിടെ നിന്ന് മാഞ്ഞു പോകും? പൂർണ്ണമായിട്ടുള്ള കടന്നു വരുമ്പോൾ അപൂർണമായിട്ടുള്ളത് മാഞ്ഞു പോകും. കൊരിന്ത്യർ 1-ാം ലേഖനത്തിലെ സ്നേഹത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞു വെക്കുമ്പോൾ പൂർണ്ണമായവ കടന്നു വരും, അപൂർണമായവ മാറിപ്പോകും. അപ്പോൾ ദൈവസ്നേഹം പൂർണ്ണമാണ്. ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്ന പൂർണ്ണാത്മാവാണ്, പൂർണ്ണമായ സർവശക്തിയോടും കൂടി സ്നേഹിച്ചു തുടങ്ങുമ്പോൾ അവരിലേക്ക് അപൂർണമായിട്ടുള്ളതെല്ലാം, ഈ പൂർണ്ണത കടന്നു വരുമ്പോൾ അപൂർണമായിട്ടുള്ളതെല്ലാം മാഞ്ഞു പോകും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക, അത് പൂർണ്ണാത്മാവ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, ഇതാ നിങ്ങൾ ലോകത്തെ അല്ല സ്നേഹിക്കേണ്ടത്, പിന്നെ എന്തിനെ സ്നേഹിക്കണം? ലോകത്തുള്ളതിനെ അല്ല നിങ്ങൾ സ്നേഹിക്കേണ്ടത്, നിങ്ങൾ ഉള്ളിലുള്ളതിനെ സ്നേഹിക്കണം. ഉള്ളിലുള്ളവൻ ആരാണ്? ദൈവം, യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയാണ് അവൻ ലോകത്തെ ജയിച്ചവനാണ്. ഇനി നിങ്ങൾക്ക് പറയാമോ എനിക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുമെന്ന്? എന്തിനൊക്കെ ജയിക്കാൻ പറ്റുന്ന അറിയാമോ? അത് വരുന്നത് വായിക്കാമോ? 1 യോഹന്നാൻ 2:16-15-16. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകത്തിൻ്റെതാണ്. അപ്പോ ഇതിനെയാണ് നമ്മൾ ജയിക്കുന്നത്. എന്തിനൊക്കെ ജയിക്കും? കണ്ണിന്റെ, ജഡത്തിന്റെ, പിന്നെ ജീവിതത്തിന്റെ അഹന്ത. അപ്പൊ പൈശാചികതയെ, അതിന്റെ ആഡംബരങ്ങളെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്റെ ഉള്ളിലുള്ള യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അച്ഛൻ്റെ ഇവിടെ ബന്ധന പ്രാർത്ഥന നടത്തിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ ഉണർത്തലായിരുന്നത്. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഭയങ്കര ജ്വലനമായിരുന്നു. കാരണം നമ്മുടെ ഉള്ളിലുള്ള യേശു കത്തിയാണ്, ജ്വലിക്കുകയാണ് ആ സമയത്ത്. ഒരു ഭദ്രത്വം നടക്കുന്നത് അത് കണ്ടു. ഈ പ്രദേശം മുഴുവൻ ഇവിടെയെല്ലാം ആ ഒരു ജ്വലനം നടക്കുന്നതായിട്ട് ചിലത് കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉള്ളിലുള്ള യേശുവിനെ നമ്മൾ ജ്വലിപ്പിക്കുക. അപ്പോൾ ഈ ലോകത്തിൽ ഒരുവനുണ്ട്, അത് മനസ്സിലാക്കിയവരോ, അത് പിശാചാണ്, അതിന്റെ ആഡംബരങ്ങളാണ്, ആ ജഡീകതയാണ്.
നമ്മുടെ തിന്മയിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5:19 തിരുവനന്തപുരം കടന്നു വരുമ്പോൾ ആ പിശാചിന്റെ ആഡംബരങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഗലാത്യ ഒന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 5:19 തിരുവനന്തപുരം വായിക്കാമോ പെട്ടെന്ന്? അപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ദൈവരാജ്യം അവകാശപ്പെടാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചും അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത് മതി നോക്കുക. ഈ പ്രവൃത്തികൾ ഇത് ലോകത്തിന്റെ പ്രവൃത്തിയാണ്. ഇതൊക്കെ എന്തെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെ എന്നോട് പ്രകടിപ്പിക്കുവാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒന്ന് പ്രാവശ്യം പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ എന്റെ ഉള്ളിലുള്ള ദൈവത്തെ കൊണ്ട് ഈ വക കാര്യങ്ങളിലെ ഉള്ളിൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കണം. ഹല്ലേലൂയ, പുറത്താക്കണം. അതായത് ഇത് അപ്പോസ്തലർ 16-ാം അധ്യായത്തിൽ നമ്മൾ പ്രകാരം കാണും. പൗലോസും ശീലാസും കൂടി ബന്ധനസ്ഥരായി ജയിലറുകളിൽ കഴിയുമ്പോൾ അവര് ദൈവത്തെ മഹത്വപ്പെട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. അവർ ബന്ധനാവസ്ഥയിലാണ്. എന്നാൽ ആ ബന്ധനാവസ്ഥ അവർക്കൊരിക്കലും ബന്ധനമല്ല ദൈവത്തെ സ്തുതിക്കുന്നതിന്. ഹല്ലേലൂയ. കാരണം എന്താ? ഉള്ളിൽ ജ്വലിക്കുന്ന ഒരു യേശുവുണ്ട്. ലോകത്തെ ജയിച്ചവന്റെ കൂടെയുണ്ട്. ആ ദൈവത്തെ കൊണ്ട് എനിക്കിതിനെ അതിജീവിക്കാൻ സാധിക്കുന്ന ബോധ്യം അവർക്കുണ്ട്. ഹല്ലേലൂയ. ജയിലറകളെ പൊട്ടിത്തെറിക്കാൻ, കയ്യിലെ ചിറകുകളെ അത് പൊട്ടിത്തെറിപ്പിക്കുവാൻ കഴിയുന്ന ശക്തി എന്റെ ഉള്ളിലുണ്ടെന്ന് ആ പൗലോസ് ശീലാസ് അറിയാമായിരുന്നുകൊണ്ടാ. ഇനി അഥവാ അവിടെ പുറത്തു പോയില്ലെങ്കിൽ പോലും അവര് വിശ്വസിക്കും, എന്റെ കർത്താവ് ഈ ബന്ധനസ്ഥനായിരുന്ന അവസ്ഥകളിലും ഈ ജയിലറുന്ന അവസ്ഥകളിലും അതിന് മോചിക്കാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ആ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചേരാൻ. അതുകൊണ്ട് ഉള്ളിലുള്ള യേശു നിങ്ങൾ വലിയവനാണെന്ന് വിശ്വസിക്കുമ്പോൾ ഈ വക കാര്യങ്ങളിൽ നിന്നും അന്ധകാരത്തിന്റെ പ്രവൃത്തിയിൽ നിന്നും പ്രവണതയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്ന മോദം ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ അന്ധകാര ശക്തികളുടെ അധിപന്മാർക്കെതിരെ പോരാടണമെന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളിലുള്ള യേശുവിനെ കൊണ്ട് ഞാൻ പ്രവർത്തിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് എന്റെ ഉള്ളിലുള്ള യേശുവാണ് ഇതിനെയെല്ലാം അതിജീവിക്കാൻ കരുത്തുള്ളവൻ. ഇനി പറയാമോ എനിക്കിതിനെല്ലാം അതിജീവിക്കാൻ സാധിക്കുമെന്ന്? ഇങ്ങനെ പറയണം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തിരുവചനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമെന്ന് പറയാമോ? പറഞ്ഞു. ഇത് പറഞ്ഞാൽ പോയി സംസാരിക്കേണ്ട വരും. എന്താ പറഞ്ഞത് അറിയാമോ? വായിച്ചെന്താ പറയാം? ഒന്ന് വായിച്ചേ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത. സഹോദരൻ നിർത്തി പറഞ്ഞാൽ എല്ലാവരും ഏറ്റു പറഞ്ഞേ. ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിന്റെ വ്യാപാരം എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. അത് പറയാത്ത വേറെ പ്രവൃത്തി അതിനകത്തുണ്ട്. ഇനിയൊന്നും പറയാത്ത. അപ്പോ ഇതിൽ നിന്നും ഒക്കെയാണ് എനിക്ക് മോചനം എന്റെ ഉള്ളിലുള്ള കർത്താവ് തരുന്നത് എന്ന് വിശ്വസിക്കുന്നവർ സ്തുതിച്ചു പ്രാർത്ഥിക്കായി ഉയർത്തി. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞതറിയാമോ? ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിടുതൽ നേടണമെന്നുണ്ടോ? അവർക്ക് എഴുതിട്ടുണ്ട് ചടിയിരുന്നത് എന്തൊക്കെ വായിച്ചത് മനസ്സിലായല്ലോ ഇല്ലയോ? അപ്പോ 1 യോഹന്നാൻ 2:14-15 വായിച്ചു. കണ്ട് ദുരാശ, ജഡദുരാശ, ജീവിതത്തിന്റെ ആനന്ദ, ഇതൊക്കെ മാറണ്ടയോ? അപ്പോ അത് മാറ്റുന്നവൻ ആരാണ്? ആ യേശു എവിടെയുണ്ട്? ഉള്ളിലുണ്ടോ? ഉണ്ടെന്ന് ബോധ്യമുള്ളവർ കരങ്ങളെ പശുപോർത്ത് പിടിച്ച് എന്നിട്ട് സമയത്ത് ബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരസ്പരം കാര്യങ്ങൾ ആരും ഒറ്റയ്ക്ക് നിൽക്കൊന്നും വേണ്ട. നമ്മൾ ബന്ധിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള യേശു അതിന്റെ പ്രത്യേകതയാണ് ലോകത്തെ ഉറപ്പാണേ.
നിങ്ങളുടെ ഉള്ളിലുള്ള യേശു ലോകത്തെ ജയിച്ചവരാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ നിങ്ങളുടെ ഇടതും വലതും വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ആ യേശുവിനെ കൊണ്ട് പ്രാർത്ഥിച്ചേ. സുധിയെ പ്രാർത്ഥിക്കേ. അതിന് സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടത്. ഇത് ആരെ കഴിച്ചുവിട്ടെന്നറിയാമോ? നമ്മൾ തന്നെ. നമ്മുടെ ഉള്ളിലുള്ള യേശുവിനെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിച്ചു. കാരണം കേട്ടിരുന്നാൽ മാത്രം പോരാ. നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇനി വരാനിരിക്കുന്ന നാളുകളിൽ നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ടതാണ്. വിശ്വാസത്തെ പ്രതി ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും. നമ്മൾ ജീവത്യാഗം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ ഉള്ളിലെ യേശുവിനെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിച്ചേ മതിയാകും. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ പത്രോസ് യോഹന്നാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പറ്റണം. വഴിയരിയിലും നിങ്ങൾ ദൂരെ നിൽക്കലും അവിടെ ഇവിടേക്ക് എത്രയോ പേര് കണ്ടുമുട്ടുന്നുണ്ട്. അപ്പോഴെന്തുകൊണ്ട് നമ്മൾ വിലപിച്ച് കടന്നു പോകുന്നതും സങ്കടപ്പെട്ട് കടന്നു പോകുന്നതും പ്രാർത്ഥന കൊണ്ട് വിളിച്ചു പറയുന്നതും അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ജനതയെ വാർത്തെടുക്കുവാനാ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക, എന്നോട് ആവശ്യപ്പെടുക, നിങ്ങളോട് ആവശ്യപ്പെടുക. കാരണം എന്താണെന്നറിയാമോ? നാം ഓരോരുത്തർ അപ്പോസ്തലപ്രവൃത്തി 20:28 പൂർത്തീകരിക്കണം. എന്താണെന്നറിയാമോ? കർത്താവിന്റെ തിരുരക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന ആചാരകരാണ് എന്ന് പറഞ്ഞേ. കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത സഭയെ പരിപാലിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് ഞങ്ങൾ. അപ്പൊ അങ്ങനെ
അത് പറയണം. നമ്മൾ ഓരോ ദിവസവും ഈ വചനം പറയണം. ആരാ നിയോഗിച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുക. എന്തിനാണ്? കർത്താവിന്റെ സഭയെ പരിപാലിക്കുവാൻ. ഒരു ഇടയനും ആട്ടിപ്പറ്റുള്ളതുമായി തീരാനുള്ള ഇതിലാണ് നമ്മുടെ സഭ പഠിപ്പിക്കുക. ഇവരെല്ലാ ജനതകളും ഒരു ഇടയനും ആടുകളും ഒരു തൊഴുത്തുമായി മാറ്റപ്പെട്ട കാലം അതിക്രമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇതെല്ലാം. നമ്മുടെ കൂടി അല്ലാതെ ഒരു രോഗശാന്തിക്ക് വേണ്ടി മാത്രമല്ല, കാര്യസ്ഥന് വേണ്ടി മാത്രമല്ല. വരാനിരിക്കുന്ന കാലങ്ങളിൽ ഒരു ഇടയന്റെ കീഴിൽ ആട്ടിൻപറ്റങ്ങൾ ഒരുമിച്ച് കൂടി തിരുസഭയെ ഭരിക്കുന്ന കാലങ്ങൾ വരുവാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്താണ് നാം ഓരോരുത്തരും. ഇതൊരു പ്രവചനമാണ്. നുളർന്നു തൊടുക. നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചെയ്യേണ്ടവരാണ്. അതിനുവേണ്ടിയാണ് അച്ഛൻ ഈ പ്രസംഗം നടത്തുക, ഈ വൈദികരിവിടെ ഈ ശുശ്രൂഷകളിൽ ഏർപ്പെടുക. മറ്റൊന്നിനും വേണ്ടിയല്ല. ഇത് രോഗശാന്തിയോ ഒരു വിടുതലോ തരുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ അതിനെ അതിജീവിക്കാൻ രക്തസാക്ഷിയെ, കർത്താവിന്റെ സഭയെ പരിപാലിക്കുക, രക്തസാക്ഷിയെ ഒരു ജഗത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി വിശ്വാസിയെ വാർത്തെടുക്കുവാനാണ് ഈ കൂട്ടായ്മ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷമായ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണോ? നമ്മുടെ തോമാസിലേക്ക് ഭാരതത്തിലേക്ക് വന്നത് കൊണ്ടാണ് മരിക്കാൻ തയ്യാറായി. അല്ലെങ്കിൽ അവിടെ ആ നാട്ടിൽ കിടന്നാൽ മതിയായിരുന്നു. ഈ നാട്ടിൽ വന്നാൽ മരിച്ചത്, ഭാരതത്തിൽ വന്നാൽ മരിച്ചത്. അവൻ പറഞ്ഞതെന്താ? നമുക്ക് അവനോട് പോയി മരിക്കാം. യോഹന്നാസ്ലീഹ സുവിശേഷം കാണാം. നമുക്ക് അവനോട് പോയി മരിക്കാം. അവനോട് കൂടിയാ മരിച്ചു പോയി തീർന്നു പോയല്ല യേശു. ഇന്ന് ജീവിക്കുന്ന അവനോട് കൂടി ജീവിച്ചുകൊണ്ട് അവൻ ഈ ഭാരതത്തിൽ കടന്നു വന്നു. കണ്ടോ? അങ്ങനെ പോകണം. നിങ്ങൾ പോകേണ്ടവരാ. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ ഭാരതം വെളി പോകാൻ പറ്റുന്ന വരികയില്ല. ഈ അടുത്ത നാളുകളിൽ ഒരു മകൻ വന്ന് പ്രാർത്ഥിച്ച, അച്ഛാ എനിക്ക് വിദേശ ജോലി കിട്ടണം, പ്രാർത്ഥിക്കണം. യോഗ്യതയെല്ലാം ഉണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ കുറെ നാൾ ജോലി തിരിച്ചു വന്നതാ. അന്നേരം വീണ്ടും പോകണം. അപ്പൊ ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധ മാമാന് വേണ്ടി കൊടുത്തൊരു കാര്യമില്ല. അവിടുത്തെ നീ പോകുന്ന നാട്ടില് കുർബാനയില്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു നാട്ടില് ഒരു മിഷണറിയായി പോയി ജോലി ചെയ്യുവാൻ മരിക്കാൻ തയ്യാറാണോ? തീർന്നു. ഇനി അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചതാണ്, നിന്നെ കർത്താവ് അയക്കാൻ പോവുകയാണ്. അങ്ങനെ നീ പോകാൻ തയ്യാറായാലും ദുരിതം അനുഭവിക്കും. അപ്പോ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിന്നെ കർത്താവ് ഇന്ന നാട്ടിലേക്ക് അയക്കാൻ പോവുകയാണ്. അവിടെ കുർബാനയില്ല, പ്രാർത്ഥനയില്ല, ജപമാലയില്ല, കുരിശു മന്ത്രം കൊണ്ടുനടക്കാൻ പറ്റത്തില്ല, ബൈബിൾ കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് നിന്നെ ജോലിക്കായി തന്നെ അവിടെ കൊണ്ടുവിടുകയാണ്. എന്നാൽ ജോലി എന്ന രീതിയിൽ നിന്നെ കൊണ്ടുവിടുന്നത് അവിടെയുള്ള മക്കൾക്ക് കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് അത് പറഞ്ഞപ്പോ പുള്ളിനെ എന്റെ വന്നില്ല പുള്ളി. അപ്പൊ ഇതാണ് ഓരോരുത്തരോട് കർത്താവ് ആവശ്യപ്പെടുന്നത്. നമ്മൾ വെറുതെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിടുന്നതല്ല. ഞാനിവിടെ വന്നത് ഈ അച്ഛൻ വിളിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവ നിയോഗമാണത്. ഇവിടെ ഞാൻ വരണമെന്നത് പറയണമെന്നുള്ളത്, ഈ അച്ഛന്മാർ ഈ സ്ഥാപനം തുടങ്ങണമെന്നുള്ളതൊക്കെ ദൈവ നിയോഗമാണ്. കാരണം ഈ ദേശത്തെ അനുഗ്രഹം കൊണ്ടു ചെല്ലുന്നത് ഇവർ വഴിയാകണം എന്ന് കർത്താവ് നിർബന്ധമുണ്ട്. ഈ ശുശ്രൂഷ വഴിയാകണമെന്ന് കർത്താവ് നിർബന്ധമുണ്ട്. അതിനുവേണ്ടിയാണ് ഒരു ദേശത്ത് ഒരു ആരാധനാലയങ്ങൾ വരുന്നത്, ഒരു ധ്യാനകേന്ദ്രം വരുന്നത്, ഒരു കോൺവെന്റ് വരുന്നത്, ഒരു പള്ളി വരുന്നത്. ഒക്കെ ഒരു വീട് വെക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി വീട് അവിടെ കടന്നു വരുമ്പോൾ ഓർക്കണമേ, മറ്റൊന്നിനും വേണ്ടിയല്ല. ആ കുടുംബം മാത്രം അനുഗ്രഹം പ്രാപിക്കാനല്ല, നീ നിന്റെ കുടുംബ രക്ഷ പ്രാപിക്കുക പറഞ്ഞതുപോലെ തന്നെ നീ നിന്റെ ദേശവും അനുഗ്രഹം പ്രാപിക്കുവാനാണ് അവിടെ. അങ്ങനെ ഹല്ലേലൂയ വിശ്വസിക്കുന്നു എന്നുള്ള 3 പ്രാവശ്യം ഹല്ലേലൂയ പറഞ്ഞു. ഇതാണ്, ഇതിനു വേണ്ടിയാണ് ഇന്ന് കടന്നു വരാം. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള യേശു. 1 കൊളോസ്യ ലേഖനം 1:27 മതത്തിന്റെ പ്രത്യാശ യേശു ക്രിസ്തു. 2 നിങ്ങളുടെ ഉള്ളിലുള്ള യേശു ക്രിസ്തു. ഇതാ 1 യോഹന്നാൻ 4:4 ഇതാ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ എന്റെ ഉള്ളിലുണ്ട്. ആ വലിയവനാകട്ടെ ഇവൻ ലോകത്തെ ജയിച്ചവനാ. ഇത് നോക്കിക്കൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം പറഞ്ഞത് തന്റെ സ്തോത്രഗീതത്തില് ലൂക്കാസ് സുവിശേഷം 1:49 തന്റെ സ്തോത്രഗീതത്തിൽ ഇങ്ങനെ പാടി, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആരിലാ ചെയ്തത്? മറിയത്തിൽ ചെയ്തു. മറിയം തിരിച്ചറിഞ്ഞു. മറിയത്തിന്റെ ജീവിതത്തിൽ സർവശക്തൻ ചെയ്ത കാര്യങ്ങളെ മറിയം തിരിച്ചറിഞ്ഞപ്പോൾ മറിയം ചെറുതായിട്ടല്ല പറഞ്ഞത്, വലിയവനെ കുറിച്ച് വലിയതായിട്ട് തന്നെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വലിയവൻ വലിയ കാര്യങ്ങൾ, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മൾ പറയണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ അനുഗ്രഹം നമ്മൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കാറുണ്ടോ? നോക്കാറില്ല. ഇന്ന് നിങ്ങൾ ഓരോ വഴിക്ക് തന്നെ എത്രയോ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ. കാരണം അപകടത്തിൽപ്പെട്ടില്ല, മറ്റുള്ള അപമാനിക്കപ്പെട്ടില്ല, ഓരോ വഴിക്ക് ചില സീറ്റ് കിട്ടില്ലായിരിക്കാം. എന്നാലും നിങ്ങൾ കർത്താവോട് എത്തിച്ചു, ഇല്ലയോ?
അപ്പോൾ നല്ല കാലാവസ്ഥ നൽകി അനുഗ്രഹിച്ചു. അപ്പോൾ എന്തോ ഒരു അനുഗ്രഹം ഇന്ന് നമ്മൾ ഓർക്കാറില്ല. എന്തിനു വേണ്ടിയാ? ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ കർത്താവ് കൊണ്ടുവരിക. അതൊക്കെ നമ്മൾ ഓർക്കണം. ഓരോ നിമിഷം ഇവിടെ കടന്നു ചെല്ലുമ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും കർത്താവ് നിങ്ങളെ കൊണ്ടു ചെല്ലുമ്പോഴും നിങ്ങൾ ഓർക്കണം, എന്റെ കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവൻ വലിയവനാണ്. വിശ്വസിക്കാമോ? വിശ്വസിക്കുന്ന 3 ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ കർത്താവ് വലിയവനാണ്. ഇത് ബോധം നമുക്കുണ്ടാകണം. മുന്നോട്ട് ചെല്ലുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നമ്മൾ മറ്റുള്ളവരോടും പറയണം, ഈ വലിപ്പത്തെ കുറിച്ച് പറയണം. എന്റെ കർത്താവ് വലിയവനാണ്. നിങ്ങളുടെ കർത്താവ് പോലെ എന്ന് പറയണ്ട, അങ്ങനെയും പറയണ്ട, അവരെ പോലെ എന്ന് പറയണ്ട, അവരുടെ ദൈവത്തെ പോലെ നമ്മൾ പറയാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു വർഗീയത്തിൽ ഉണ്ടാക്കുകയും വേണ്ട. നമുക്ക് നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്ന അപമാനം അത് പറയണം. എന്റെ ദൈവം അത് പറയണം. നിങ്ങളുടെ ദൈവത്തെ അവമാനിച്ചൊന്നും പറയണ്ട. അങ്ങനെ പറയാനേ പോകണ്ട, അത് പാടില്ല. പകരം നമ്മൾ ഇങ്ങനെ ചെയ്യണം, എന്റെ ദൈവം വലിയവനാണ്, എന്റെ ദൈവം വലിയവനാണ്, അവൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഒരു സങ്കടപ്പെടുന്ന കാര്യങ്ങളുടെ ആളെ കാണുമ്പോൾ പറയണം, സാരമില്ല, ദൈവം വലിയവനാണ്, അവൻ വലിയ കാര്യം ചെയ്യും. ഒരു രോഗിയുടെ അടുത്തിരുമ്പോൾ പറയണം, സാരമല്ല, ദൈവം വലിയവനാണ്, വലിപ്പമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. ഇതിന്റെ പേരിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നേ, സാരമില്ലെന്നേ എന്ന് പറയുവാനുള്ള ബോധ്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ വലിപ്പത്തെ കുറിച്ച് തിരിച്ചറിയുമ്പോഴാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ അവൻ നിരാശപ്പെട്ടു പോകില്ല. കാരണം അവന്റെ ഉള്ളിലെ അപകർഷതമാർ പോകും. ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ തോന്നല് ഈ വലിപ്പമുള്ളവൻ കടന്നു വരുമ്പോൾ, തന്റെ വലിപ്പത്തെ കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ ഇതെല്ലാം താനമാഞ്ഞു പോകും. അതാ അച്ഛൻ പറഞ്ഞത്, പൂർണ്ണമായ കടന്നു വരുമ്പോൾ അപൂർണമായി മാറിപ്പോകുന്ന പറഞ്ഞ കാര്യം. വിശ്വസിക്കുന്നവർ 3 ഹല്ലേലൂയ പറഞ്ഞേ. നോക്കുക, അപ്പൊ എന്റെ ഉള്ളിലുള്ളവൻ വലിയവനാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയണം, അവൻ വലിയവനാണ്, വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പൊ ഒരാളെ കാണുമ്പോൾ പറയണം, അപ്പൊ എന്റെ ഉള്ളിലുള്ള അപകർഷതയും ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് എല്ലാം അങ്ങ് മാറി, ഒറ്റപ്പെടല്, നിരാശത മാറിയിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയണം. കാരണം അവൻ ശക്തനായ വിശ്വാസിയാണ്. അവനെ തകർത്ത് കളയും ലോകത്ത് ഒരിക്കലും ഒരു സാധ്യതയില്ല. വ്യക്തികൾക്ക്, സാഹചര്യങ്ങൾക്ക്, സംഭവങ്ങൾക്ക്, കാഴ്ചകൾക്ക്, വായനകൾക്ക്, ഇടപെടലുകൾക്ക് ഒന്നും പറ്റിയല്ല. കാരണം അവൻ്റെ ഉള്ളിലുള്ള വലിപ്പത്തെക്കുറിച്ച് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മറിയം അവൻ തിരിച്ചറിഞ്ഞു. കാരണം മറിയത്തിന്റെ ജീവിതത്തിൽ ഇനി സംഭവിച്ചു പോയ കാര്യങ്ങൾ, മറിയം ഈ പാട്ട് പാടുമ്പോൾ, ഈ സ്തോത്രഗീതം പാടുമ്പോൾ മറിയത്തിൽ ഈ തുടർന്നുള്ള തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ മറിയത്തിന് അറിയാം. അപ്പോഴാ പാടുക, താൻ ഒറ്റപ്പെടും, അപമാനിക്കപ്പെടും, തന്റെ മകനാൽ അപമാനിക്കപ്പെടും, എന്നാൽ ഒരു നാള് ഇതെല്ലാം ശരിയാകും. അപ്പൊ മഹത്വത്തെ കുറിച്ച് പ്രത്യാശ ഇപ്പോഴേ ആ മറിയത്തിന് കിട്ടി. കാരണം ഉള്ളിൽ ആരുണ്ട്? യേശു. യേശു ഉള്ളിൽ ആരുണ്ട് എന്ന് പറഞ്ഞേ. ഉള്ളിൽ ആരുണ്ട്? എന്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ പറയാം, എന്റെ ഉള്ളിൽ. അപ്പൊ മറിയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന യേശു ഈ മറിയത്തെ ഈ ഒരു പ്രത്യാശയിലേക്കും ഈ വലിപ്പമുള്ള രീതിയിലേക്കും മറിയത്തെ നയിച്ചത് കൊണ്ടാ മറിയം ഇതെല്ലാം നിസ്സാരമായി അത് മുന്നോട്ട് പോയത്. ശിമിയോൻ കുഞ്ഞിനെ കല്ലെടുത്തുകൊണ്ട് മറിയത്തെ നോക്കിയോട് പറയുക, നിന്റെ ഹൃദയത്തോട് വാൾ തുളച്ചുക എന്ന് പറയുമ്പോഴൊക്കെയും അത് ഏറ്റെടുത്തു. അങ്ങ് ഈ മകനെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുമ്പോഴും ഈ മകനെ കുറിച്ച് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. വ്യഭിചാരികളോട് കൂട്ടുകൂടുന്നവൻ, പാവി, ചുങ്കക്കാരികളുടെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങളൊന്നുമല്ല ഈ അമ്മ മകനെ കുറിച്ച് കേട്ടത്. ഈ അമ്മയുടെ ഹൃദയം തകർന്നിട്ടുണ്ട്. ഒടുവില് ഇതാ പടയാളി പിടിച്ചു കെട്ടി ഇവനെ ഗോകുൽത്താരെ കൊണ്ടുപോകുമ്പോഴും ഒന്നും ഈ അമ്മ പതറുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഈ അമ്മ പതറാത്തത് കാരണം ഈ അമ്മയുടെ ഉള്ളിൽ ആരുണ്ട്? വലിയവൻ, വലിയവൻ, വലിപ്പമുള്ളവൻ. ഈ ലോകത്തെ ഉണ്ടാകട്ടെ എന്നുള്ള ഒറ്റ വാക്ക് സൃഷ്ടിച്ചവനായ ദൈവം തമ്പരാനുണ്ട്. ആ തമ്പരാൻ ഉള്ളിൽ കിടക്കും തോറും അമ്മയ്ക്ക് പ്രയാസമില്ല. അത് തിരിച്ചറിവുണ്ടായതുകൊണ്ട് അമ്മ പാടി, ഇങ്ങനെ പാടി. എന്ത് പാടി? ശക്തനായവൻ. ഇനി നിങ്ങളുടെ ഹൃദയത്തിന് കൈവച്ചിട്ട് പറ, ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. ഒരു പ്രയാസം നിങ്ങളത് പറയണം, ഇത് ഓർമ്മപ്പെടാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് മറിയം ഇങ്ങനെ പാടി കാണണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സംഘത്തിൽ 132 എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അങ്ങനെ അനുഗ്രഹം മറക്കരുത്. അപ്പൊ മറന്നില്ല. മറിയത്തിന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അനുഗ്രഹമൊന്നും മറിയം മറന്നില്ല. അതെല്ലാം വാഴ്ത്തി.
ആ വാഴ്ത്തലായിരുന്നു സ്തോത്രിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ വാഴ്ത്തി പാടിക്കൊണ്ട് നടന്നു മറിയ ഓരോ സമയത്ത്. കാരണം ആ വലിയവന്റെ വലിപ്പത്തെ കുറിച്ച് അമ്മയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പാടി നോക്കാം. ആരിലും വലിയവൻ. നമുക്കൊന്ന് പഠിക്കാം. ദൈവം പാടിക്കേ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. പരസ്പരം കരങ്ങൾ കോർത്ത് പിടിക്കുക. എന്നിട്ട് പറഞ്ഞ പാടങ്ങനെ. യേശു യേശു അവനാരിലും വലിയവൻ. യേശു യേശു